പിണറായി വിജയന് മോഷണമല്ലാതെ വല്ലതും അറിയാവും. പിണറായി കമ്മ്യൂണിസം തീർത്തു കിടക്കും. നല്ല CPM പ്രവർത്തകരല്ല ഇപ്പം BJP ചേർന്നുകൊണ്ടിരിക്കും. അവൻ ബ്രസീലിൽ ഒരു മാതാമ്മയുടെ കൂടത്തിൽ സൊളി നടക്കും. കോൺഗ്രസ് തീർന്നു പോയി. ആ VD സതീശൻ പാവം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. ഇവനൊക്കെ തന്നെ ഞങ്ങളുടെ പുറകെ വരും. നോക്കിയോ, നെഹ്റുവിനെ പറ്റി പഠിക്കുന്ന പോലും തെറ്റാന്ന് അഭിപ്രായക്കാരനായി. നെഹ്റു മുസ്ലിം എന്നറിയാവോ? സുൽത്താനായി അറിയാവോ? സുൽത്താൻ ഒരു മുസ്ലിമാണല്ലോ. ഒക്കെ മുസ്ലിങ്ങൾ പടലയോടെ BJP ചേരുക. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തോട് ഭാരതത്തോട് സ്നേഹമില്ലാത്ത വോട്ട് എനിക്ക് വേണ്ട. താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, യാതൊരു സംശയമില്ല. രാഷ്ട്രീയ കേരളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയും പൂനാറിന്റെ മണിമുത്ത് എന്നറിയപ്പെട്ടിരുന്ന കേരള രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളെക്കുറിച്ചും അദ്ദേഹം കടന്നു വന്ന വഴികളെക്കുറിച്ചും അദ്ദേഹം അഭിമുഖീകരിച്ച ഈ പതിറ്റാണ്ടുകളായിട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം അഭിമുഖീകരിച്ച ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ചും പുതുതലമുറ, രാഷ്ട്രീയം പഠിച്ചു വരുന്ന പുതുതലമുറയ്ക്ക് ഭാവി വാഗ്ദാനമാവത്തക്ക രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയാൻ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. കേരള സമൂഹം ഒന്നടങ്കം ചങ്കിലേറ്റുന്ന, അതുപോലെ തന്നെ ആരുടെയും മുഖത്ത് നോക്കി മടിക്കാതെ പറയാനുള്ളത് ചങ്കുറ്റത്തോടെ പറയാൻ പ്രാപ്തനായ കരുത്തിന്റെ പ്രതീകമായ ശ്രീ PC ജോർജ് സാറാണ്. നമസ്കാരം സാർ. സാർ LDFിൻ്റെയും UDFിലും മത്സരിച്ച് MLA ആയി പൂനാറിൽ മത്സരിച്ച് MLA ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരു മുന്നണികളെയും തോൽപ്പിച്ചും MLA ആയി വന്ന ചരിത്രമാണ് സാറിനുള്ളത്. അപ്പം ഈ പൂനാറിൽ MLA ആയിരുന്ന സമയത്ത് പൂനാറിന് വേണ്ടി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? എൻ്റെ മോളെ, അത് സൽമാൻ സുൽത്താൻ ഒരു പുതിയ യൂടോക്കിൻ്റെ ഒരു പുതിയ താരമാണ്. വെരി ഗുഡ്. താങ്ക് യു. കൺഗ്രാജുലേഷൻ, നന്നായി വരട്ടെ മോളെ. ഇത് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറയണമെന്ന് ഒരു 3-4 ദിവസം വേണ്ടി വരും. സത്സംഗമായിട്ട് പറഞ്ഞതാണ്. അതായത് നമ്മുടെ ഇപ്പോൾ നേരത്തെ ആദ്യം ഞാൻ 80-ൽ MLA, ആദ്യം 80-ലാണ് MLA ആയി. 7 പ്രാവശ്യം MLA ആയിട്ടുണ്ട്. അത് LDFിൽ നിന്നായിട്ടുണ്ട്, UDFിൽ നിന്നായിട്ടുണ്ട്. 2 മുന്നണികളെ എതിർത്ത് ഒറ്റയ്ക്ക് നിന്നും ജയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 2 കൊല്ലമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ, നരേന്ദ്രമോദിയുടെ പാർട്ടിയിലെ ഒരു അംഗമായി പ്രവർത്തിക്കുകയാണ്. ദേശീയ സമിതി അംഗമാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്നു. ഇതാണ് എൻ്റെ രാഷ്ട്രീയ ഇടപാട്. ഞാൻ ആദ്യം 80-ൽ MLA ആകുമ്പോൾ കേരള കോൺഗ്രസ്സിലാണ്. കേരള കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം. പിന്നീട് ഞാൻ കേരള കോൺഗ്രസ് ഉപേക്ഷിച്ച് ജനപക്ഷം ഉണ്ടാക്കി. ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കേരള കോൺഗ്രസ് ജന്മത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് വലിയ മനപ്രയാസം തോന്നി. അരുൺ അത് അറിയണ സംഭവം. കേരള കോൺഗ്രസിൻ്റെ ജന്മം എന്താ? 1964 ഒക്ടോബർ 9 കേരള കോൺഗ്രസ് ഉണ്ടായത്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ശങ്കർ മന്ത്രിസഭ, ശങ്കർ മുഖ്യമന്ത്രിയായി വന്ന് PT ചാക്കോ എന്ന അതിപ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഫൈറ്റിൽ KPCC ഓരോ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ശങ്കർ മുഖ്യമന്ത്രിയായത്. അന്ന് ഇന്നത്തെ പോലുള്ള കോൺഗ്രസ് രാഷ്ട്രീയമല്ല. എതിരൊന്നും രാഷ്ട്രീയ അല്ല, വ്യക്തിപരമല്ലല്ലോ, ഇത് മത്സരമല്ലേ. അത് ബഹുമാനിക്കുമായിരുന്നു പരസ്പരം. ശങ്കർ മന്ത്രിസഭയിലെ രണ്ടാമനായി ആഭ്യന്തര റവന്യൂ വകുപ്പ് മന്ത്രിയായി PT ചാക്കോ വന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നാണ് നടക്കില്ല, ഇന്നാണ് എതിരാളി തല്ലിക്കൊല്ലും. അന്നങ്ങനെ അല്ല. അങ്ങനെ PT ചാക്കോ എതിരില്ലാത്ത ആഭ്യന്തരം മാത്രമല്ല റവന്യൂ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ചാൽ, PT ചാക്കോ ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കേരള കോൺഗ്രസ് ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് PT ചാക്കോയ്ക്ക് ആകെ ഒരു ദൗർബല്യ സ്ത്രീകളായിരുന്നു. ഒളിച്ചു വെക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ്. മരിച്ചുപോയെങ്കിലും പറയാൻ മടിയുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ദൗർബല്യമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം സംഭവിച്ചത്, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്, സ്റ്റേറ്റുകാരാണല്ലോ. സ്റ്റേറ്റുകാർ മന്ത്രി ഓടിക്കാറില്ല, മന്ത്രി ഓടിക്കാൻ പാടില്ല, നിയമവിരുദ്ധമാണ്. ഒരു ദിവസം തൃശ്ശൂരിൽ നിന്ന് പുള്ളി സ്റ്റേറ്റ് കാർ ഓടിച്ച് പോവുകയാണ്. അപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല, പുള്ളി സ്റ്റേറ്റ് കാർ ഓടിച്ച് പോവുകയാണ്. ആ കാറിനകത്ത് സാരി എടുത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ KPCCയുടെ അന്നത്തെ ഒരു ഭാരവാഹിയായിരുന്നു. പക്ഷേ സമയദോഷം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പോക്കിനിടയ്ക്ക് ഒരു കാളവണ്ടിക്കിട്ടോ ഉന്തുവണ്ടിക്കൊണ്ടോ മറ്റോ ചാക്കോടെ വണ്ടി കയറി ഇടിച്ചു. സ്വാഭാവികം ആൾ കൂടുമല്ലോ. ചാക്കോ വണ്ടി നിർത്താൻ സ്ഥലം വിട്ടു. പക്ഷേ ചാക്കോ കയറിയാൽ നിയമവിരുദ്ധമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചാക്കോ ഈ സ്ത്രീയെ കൊണ്ട് എവിടെയോ ഇറക്കി വിട്ടിട്ട് നേരെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് വണ്ടി കിട്ടും.
എന്നിട്ട് ഞാൻ ഓർക്കുന്നതെന്ന് ഞാൻ കോളേജ് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ഇവിടുന്ന് ഇളങ്കോയിൽ നിന്ന് ഭാര്യയെ നേരെ കാറിന് IG ഗോപാലന എന്നതിൻ്റെ ഓർമ്മ ആ വണ്ടിയിൽ അവിടെ എത്തിച്ചു പീച്ചിയിൽ. എന്നിട്ടാണ് പുള്ളി പത്രക്കാരെ കണ്ടത്. പത്രക്കാരെ നിൽക്കുമ്പോൾ ചാക്കോ പറഞ്ഞു, എൻ്റെ വണ്ടി ഇങ്ങനെ ഇടിച്ച് അങ്ങനെ സംഭവിച്ചു പോയി, ഞാനത് ഖേദിക്കുന്നു, എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ടായിരുന്നു പറഞ്ഞ് ചേട്ടത്തിയെ കാണിച്ചു. ചേട്ടത്തി ചട്ടയും മുണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പത്രക്കാരൻ ഇത് നടക്കില്ലെന്ന് പറഞ്ഞു. ചട്ടയും മുണ്ട് കൊടുത്ത സ്ത്രീയല്ല, വേറെ സാരി ഉടുത്ത ബ്ലൗസും ഉള്ള സ്ത്രീയായിരുന്നു. ആ സ്ത്രീയെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴേ ചാക്കോ പൊളിഞ്ഞു. ചാക്കോയുടെ മാന്യത ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പിടിച്ചു നിൽക്കാൻ നോക്കും. ചാക്കോ ഒരു മാന്യത എന്നതാണ്. ആ നിമിഷം പുള്ളി മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാജിവെച്ച് പുള്ളി അവിടെ നിന്ന് രാജിവെച്ചിട്ടാണ് പുള്ളി മാറി തന്നെ. അങ്ങനെ രാജിവെച്ച് കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ട് ആരെ മന്ത്രിയാകേണ്ടത്? ശങ്കറിനെ സംബന്ധിച്ചുള്ള ആരെ മന്ത്രിയാക്കണം? അങ്ങനെ SNDPയുടെ നേതാവും കൂടാണെന്ന് ഓർക്കണം. പുള്ളി നോക്കിയപ്പം അന്ന് അറിയപ്പെടുന്ന ചാക്കോ റോമൻ കത്തോലിക്കനാണ്. അറിയപ്പെടുന്ന റോമൻ കത്തോലിക്കൻ MLA എന്ന് പറയുന്നത് ടി.എ. തോമനാണ്. KN ജോർജിൽ നിന്നും ഒന്നുമല്ല. KN ജോർജ് അന്ന് ദീപേ 30 രൂപ ശമ്പളക്കാരും കൂടെ MLA ആണെങ്കിലും അത്രേ ഉള്ളൂ ഈ KN ജോർജ്. അത് തന്നെ നിയമസഭയിലൊന്നും KN ജോർജിനും ഒന്നുമില്ല. ടി.എ. തോമനും ഈശ്വരയ്യരും തമ്മിലാണ് നിയമസഭയ്ക്കകത്ത് പോരാട്ടം. നിയമ പോരാട്ടത്തിന് ഭരണകക്ഷിയുടെ വക്താവ് ടി.എ. തോമനും പ്രതിപക്ഷത്തിൻ്റെ വക്താവ് ഈശ്വരയ്യരുമാണ്. ടി.എ. തോമനെ തൊമ്മയ്യർ എന്നാണ് വിളിച്ചിരുന്നത് പത്രങ്ങൾ. അത്ര നിയമവിദഗ്ധനായിരുന്നു. സ്വാഭാവിക അന്നത്തെ കാലത്ത് ഏറ്റവും നിയമവിദഗ്ധനായ നിയമസഭയിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ടി.എ. തോമനെ പുള്ളി മന്ത്രിയാക്കി. ആരെ? ശങ്കർ. എന്നെ അതിനകത്ത് തെറ്റ് പറ. വല്ല തെറ്റും ചെയ്തോ തോമൻ? ശങ്കർ ശരി ചെയ്തു. ആ ശരിക്കെതിരെ ദീപിക പത്രം അന്ന് ഈ കത്തോലിക്കനിടയ്ക്ക് വലിയ സ്വാധീനമുള്ള പത്രമാണ്. ഇപ്പോൾ അതൊക്കെ പോയി. ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊളംബിയറച്ചൻ എന്ന് പറയും. അയാൾക്ക് ദീപികയിലെ ശമ്പളക്കാരനായ KM ജോർജിനെ മന്ത്രിയാക്കണം. അതിനയാൾ ബഹളമായി. അയാൾ എഡിറ്റോറിയൽ എഴുതി, ഇത് തെറ്റായിപ്പോയി, തൊമ്മനെ മന്ത്രിയാക്കി തെറ്റായിപ്പോയി എന്ന്. എന്തിന് നമ്മുടെ ഈ പൂഞ്ഞാറ തൊമ്മൻ്റെ നാട് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. ഇവിടെ പോലും പ്രകടനം. എൻ്റെ അപ്പൻ ഇപ്പോൾ തൊമ്മനെതിരായിട്ട് ഇറങ്ങി റോഡിൽ. ചാക്കോയ്ക്ക് പകരം മന്ത്രിയായ തെറ്റാണെന്നും പറഞ്ഞു. ഭയങ്കര ബഹളമായിരുന്നു. ഇവിടെ ടി.എ. തോമൻ വരും തൊമ്മനെ പള്ളിയിൽ പോലും കയറാൻ സമ്മതിക്കാതെ ബലമായിട്ട് കരിങ്കൊടി കാണിക്കുക. ഒത്തിരി വലിയ ബഹളമായിരുന്നു. ഞാൻ കൊച്ചാന്ന് സ്കൂളിലാണ്. തൊമ്മ പക്ഷേ എല്ലാവരും ചിരിച്ച് കാണിച്ചങ്ങ് പോവുകയും ചെയ്യും. ആ സംഭവത്തിൻ്റെ എന്നെ ഉണ്ടായി. തൊമ്മനെ മന്ത്രിയാക്കിയെന്ന് പറഞ്ഞ് ശങ്കറിനെതിരെ നിയമസഭയുടെ 15 MLA ഒന്നിച്ച് അവിശ്വാസത്തിലേക്ക്. എന്നാലും എന്ത് ന്യായമുണ്ട്? അങ്ങനെ 15 ഉണ്ടാക്കിയതാണ് കേരള കോൺഗ്രസ്. അത് തന്നെ ഒരു ജാരസന്തതിയാണെന്ന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. കേരള കോൺഗ്രസ് ജാരസന്തതിയാണ്. ഒന്ന് ആലോചിച്ച സൽമ പറഞ്ഞ മോളെ, എന്ത് ന്യായമുണ്ട്? ഇത് പിരിച്ചുവിടണം. ഇപ്പോൾ എത്ര കേരള കോൺഗ്രസ്? 9 കേരള കോൺഗ്രസ് ഇപ്പോൾ ഉണ്ട്. എന്നും പിരിഞ്ഞുകൊണ്ടിരിക്കുക. അമീബ മാതിരി വളരും തോറും പിളരും തോറും വളരും. അത് KM മാണി പറഞ്ഞിട്ടുണ്ട്. ഈ കേരള കോൺഗ്രസ് ഉണ്ടായിട്ട് ആകെ ലാഭം ആർക്കുണ്ടെന്ന് വെച്ചാൽ KM മാണി 52 MLA ആയി. ജോസഫ് വളരെ നാളായിട്ട് MLA ആയി. എന്നിട്ട് PC ജോർജ് MLA ആയി. ഞാൻ ഈ കേരള കോൺഗ്രസ് ഉണ്ടായാലും ഒരിക്കലും MLA ആകാൻ പറ്റില്ല. ഞാൻ MLA ആകാതെ എനിക്കത് ദുഃഖമുണ്ട്. ഞാൻ MLA ആകാൻ ആഗ്രഹിച്ച ആളല്ല. ഒരു കാരണവശാൽ ഞാൻ നിൽക്കില്ല എന്ന് ശപഥം ചെയ്ത് നടന്നയാളാണ്. പക്ഷേ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ രാത്രി വന്ന് അന്ന് മാണിയും ജോസഫായിട്ട് സ്പ്ലിറ്റായി 79-ൽ. സ്പ്ലിറ്റായപ്പം ജോസഫിന് ആരുമില്ല ഇവിടെ. മാണി പാലാക്കാരനല്ലേ. അപ്പോൾ ജോസഫ് രക്ഷിക്കാൻ വേണ്ടി എന്നെ വന്ന് നിർബന്ധമായിട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3000 രൂപ അന്ന് തന്നു. അങ്ങനെ എന്നെ കുഴി ചാടിച്ച് MLA ആക്കിയ. ഇല്ലെങ്കിൽ ഞാൻ വ്യവസായമായിട്ട് എനിക്ക് അന്ന് കൺഫെക്ഷൻ ഫാക്ടറി ഉണ്ട്. അതുമായിട്ട് ഞാൻ പോയി ഈ കേരളത്തിൽ ഏറ്റവും വലിയ കൺഫെക്ഷൻ ഫാക്ടറി ഉണ്ടാക്കിയ ഒരു സമ്പന്നനായി ഞാൻ നടന്നേനെ. മനസ്സിലായില്ലേ? പഴയ അന്നത്തെ കാലത്തെ സാമ്പത്തിക നില ഇന്നത്തെ നിലയിൽ നോക്കിയാൽ ഞാൻ വളരെ ചെറുതാണെന്ന് എൻ്റെ അഭിപ്രായം. അപ്പം കേരള കോൺഗ്രസ് എനിക്ക് ലാഭമല്ല നഷ്ടം ഉണ്ടായെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് കൊണ്ട് ആർക്ക് ലാഭമുണ്ട്? ഇവർക്ക് കുറേ പേർക്ക് MLA ആകാൻ പറ്റി. അതിലൊന്നാണ് ഞാനും. വേറെ കേരളത്തിൽ എന്ത് കിട്ടി? ക്രിസ്ത്യാനിയെ നന്നാക്കാനാണെന്നാണ് പറയുന്നത്. ഏത് ക്രിസ്ത്യാനിക്ക് എന്ത് കിട്ടി? ജോസഫ് റവന്യൂ മന്ത്രിയായിരുന്നു, മാണി നിയമമന്ത്രിയായിരുന്നു, ധനകാര്യമന്ത്രിയായിരുന്നു. ഇവരെല്ലാം മന്ത്രിമാരായിട്ട് ഇരുന്നിട്ട് പോലും ഇടുക്കിയിലെ കർഷകന് പട്ടയം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. മുഴുവനായിട്ടില്ല. മുഴുവനായിട്ട് ഒട്ടും കൊടുത്തില്ലെന്ന്. ഇവിടെ രാജമന്നപ്പന് ഇച്ചിരി കൊടുക്കുന്നത്. ഞാൻ അന്ന് ഇപ്പോഴും ഓർക്കുക വളരെ നല്ലവണ്ണം. നമ്മുടെ മസ്കറ്റ് ഹോട്ടലിൽ നമ്മുടെ ഉന്നതാധികാര സമിതി കൂടുക. മാണിയും ജോസഫൊക്കെ മന്ത്രിയാണ്.
അപ്പോൾ ഞാൻ 21 കമ്മിറ്റി ഞങ്ങളുടെ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ട്രഷററാണ്. ഞാൻ ചോദിച്ചു, നമ്മൾ ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടിയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർഷകൻ്റെ പട്ടയമാണ്. ഇടുക്കിയിലെ കർഷകനെങ്കിലും പട്ടയം കൊടുക്കേണ്ട മര്യാദ വേണ്ടേ? ജോസഫ് ഇടുക്കിക്കാരനല്ലേ? നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ പട്ടയം കൊടുക്കാൻ ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ എന്ന് എൻ്റെ ചോദ്യം. അപ്പോൾ അത് ഇഷ്യൂ ആയി. എല്ലാവരും അത് ന്യായം എന്ന് വന്നു. 21 കമ്മിറ്റിയിൽ ഈ മന്ത്രിമാരൊഴിച്ച് ബാക്കി എല്ലാവരും അത് ശരി എന്നുള്ള അഭിപ്രായത്തിൽ വന്നു. ഉടനെ മാണി ജോസഫും കൂടെ ഒരു ആലോചിച്ച് അങ്ങോട്ട് അത് തിരിച്ചു വന്ന് വെച്ച് മാണി പറഞ്ഞു, ജോറിയെ പറഞ്ഞതിൽ ഇച്ചിരി കാര്യമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെന്ന്, പശുവിന് ചക്കമടൽ ഇങ്ങനെ കാണിക്കുക, പശു വരും, ആ ചക്കമടൽ കൊടുത്താൽ പശു ചക്കമടലും കൊണ്ടൊക്കെ പോകും. അതറിയാമോ എന്ന് ചോദിച്ചു. എന്നാൽ ഇങ്ങനെ കാണിച്ച് പിന്നെ മാറുക, 10 അടി മാറി പോയാൽ പശു ഈ ചക്കമടൽ പുറകെ പോരും. അതുപോലെ കർഷകന് പട്ടയം കൊടുക്കാൻ തോന്നിയാൽ അവൻ നമ്മളെ പുറകെ വന്നോളും. പട്ടയം കൊടുത്താൽ അവൻ നമ്മളെ ഇട്ടേച്ച് പോകും. അതുകൊണ്ട് കൊടുക്കാതിരിക്കുന്ന രാഷ്ട്രീയമെന്ന് KM മാണി പറഞ്ഞു. ജോസഫും കൂടെ ആലോചിച്ചാണ് പറയുന്നത്. ജോസഫ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, അയാൾ പറയട്ടെ എന്ന് മറുപടി ഒന്ന് ആലോചിച്ച്. അങ്ങനെ കർഷകനെ വഞ്ചിച്ച പാർട്ടിയായത്. പിന്നെ എന്തിനാ ഈ പാർട്ടി? ക്രിസ്ത്യാനി ഗുണം കിട്ടിയിട്ടില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. കേരളത്തിൽ ഏതെങ്കിലും ക്രിസ്ത്യാനി പറയട്ടെ ഗുണം കിട്ടിയെന്ന്? ക്രിസ്ത്യാനിക്ക് കിട്ടിയ ഇന്നിപ്പം ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു സമൂഹം ക്രിസ്ത്യാനിയാണ്. ആരുമില്ല നോക്കാൻ. കാരണം ഈ കേരള കോൺഗ്രസ് കൊണ്ട് നടന്നുകൊണ്ട് ഇവിടുത്തെ ഒരു പാർട്ടിക്കും LDFന് ക്രിസ്ത്യാനി വേണ്ട, CPMനും വേണ്ട. അവർക്ക് മുസ്ലിം മതി. കാരണം മുസ്ലിമിന് ഭൂരിപക്ഷം ജന വോട്ടർമാരുണ്ട്. അവർക്ക് മുസ്ലിം മതി. കുറ്റമായിട്ട് കാര്യമുണ്ട്. വോട്ടാണ് ശക്തി ജനാധിപത്യത്തിൽ. അപ്പോൾ പിന്നെ അവർ മുസ്ലിമിന് അനുകൂലമാണ്. കുറ്റമായിട്ട് തന്നെ കാര്യം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 9 കേരള കോൺഗ്രസ് ഉണ്ട്. മാണിയുടെ മകനാണ് ഒരു കേരള കോൺഗ്രസ്. സ്വന്തം തന്തയ്ക്കിട്ട് തല്ലിയവനാണ്. KM മാണിയെ തല്ലിയവനാണ് മകൻ. അയാളാണ് KM മാണിയുടെ പേര് പാർട്ടി കൊണ്ട് നടക്കുന്നത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ധൈര്യം അവൻ കേസ് കൊടുക്കട്ടെ, ഞാൻ കോടതി കാണാം. പൂഞ്ഞാറിലെ പ്രധാനമായിട്ടുള്ള വികസനങ്ങൾ സാറ് കൊണ്ടുവന്നാൽ എടുത്തു പറയാനായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ്? അങ്ങനെ പറയാൻ ഇനി എന്നാ ചെയ്യാത്തേ? ഒന്നുമില്ല, ഇനി ചെയ്യാനൊന്നുമില്ല. ഈരാറ്റുപേട്ട മാത്രം പറയാം. എനിക്ക് ഒരു വോട്ടും കിട്ടാത്ത സ്ഥലമാണ് ഈരാറ്റുപേട്ട. ഞാൻ 80-ൽ MLA ആകുമ്പോൾ ഈരാറ്റുപേട്ട എന്നൊരു സ്ഥലമില്ല. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ പേര് അരുവത്തറ പോസ്റ്റ് ഓഫീസ്. ഞാൻ അത് ബ്രാക്ക് ഈരാറ്റുപേട്ട 2 എന്നാക്കിയത്, ഞാനാക്കിയതാണ്. ഒരു വില്ലേജ് ഓഫീസില്ല. വില്ലേജ് ഓഫീസ് ഉണ്ടാക്കി. ഈരാറ്റുപേട്ട വില്ലേജ് ഞാൻ ഉണ്ടാക്കി. ഈരാറ്റുപേട്ട പഞ്ചായത്ത് ഉണ്ടാക്കി. ആ പഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ അത് പൊളിച്ചിട്ടിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഈരാറ്റുപേട്ട ഞാൻ ഉണ്ടാക്കിയതാണ്. ഫയർ സ്റ്റേഷൻ ഈരാറ്റുപേട്ട ഞാൻ ഉണ്ടാക്കിയതാണ്. ട്രഷറി ഈരാറ്റുപേട്ട ഞാൻ ഉണ്ടാക്കിയതാണ്. കോടതി അങ്ങനെ ഉണ്ടാക്കാത്ത ഒന്നുമില്ലെന്ന്. ഈരാറ്റുപേട്ട ഇല്ലാത്ത ഒന്നുമില്ല. എല്ലാം കിട്ടിയപ്പോൾ ഞാൻ തോറ്റാലും കുഴപ്പമില്ലെന്ന് അവന്മാർക്ക് തോന്നി. അതാണ് ഞാൻ തോറ്റത്. നിലവിലെ പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭരണം താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അരുൺ ഭരണ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു. ഒരു നേട്ടം പറയാം. പിണറായി കമ്മ്യൂണിസം തീർത്ത് കിടത്തും. ഒരു നേട്ടം. കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയമാണ്. ആ ആശയത്തിന് പ്രസക്തിയില്ലെന്നും പിണറായിസമാണ് വേണ്ടതെന്നും പിണറായി പ്രഖ്യാപിച്ചു. അത് നടക്കുന്നു. അതായത് DYFയും പിന്നെ ചെറുപ്പക്കാർ കൊണ്ടുവരെല്ലാം പിണറായിയുടെ കൊടുത്ത് ചേർന്ന് പിണറായിസമാണ്. CPM ഇല്ല. നല്ല CPM പ്രവർത്തകരെല്ലാം ഇപ്പം BJP ചേർന്നുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? എത്ര പേർക്ക് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ മുക്കട എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെയുള്ള 70 ആദിവാസി കുടുംബങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് BJP ചേർന്നു. 70 ഊരൂപ്പൻ്റെ വീട്ടിലാണ് കൂടി. ഊരൂപ്പന് ആദ്യം മെമ്പർഷിപ്പ് മേടിച്ചത്. മനസ്സിലായി? അങ്ങനെ CPM ഇതെല്ലാം CPMക്കാരാണ് മുഴുവൻ പിരിയുക. എത്രയോ CPM പ്രവർത്തകരും. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് തീർന്ന് എല്ലാവർക്കും മനസ്സിലായി. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു മഠയൻ അതിൻ്റെ നേതാവായി വന്നതോടെ അതിൻ്റെ പണി തീർന്നു. അത് ഒന്ന് ആലോചിച്ച്, നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോലും ഇന്നലെ ഉണ്ടായല്ലേ, മിനിങ്ങാന്ന് ഇളെ കണ്ടില്ല പ്രതിപക്ഷ നേതാവിനെ. ലോകത്ത് ഇന്ന് വരെ നടക്കാത്തൊരു കാര്യമാണ്. ഇവൻ എന്നാ പണി? അഹമ്മദാബാദിൽ നമ്മുടെ ഈ AICC സമ്മേളനം നടക്കുക. സോണിയാഗാന്ധി എല്ലാവരും ഉണ്ട്. തുടങ്ങുന്നതിന് മുമ്പ് ഇവൻ അതിലെ ഒന്ന് വരകി ഒന്ന് നടക്കുന്നത് കണ്ടു. ചാനലെല്ലാം കാണിച്ചു. തുടങ്ങിയപ്പോൾ ഇവനെ കാണുന്നില്ല. അന്നേരം മുതൽ സോണിയാഗാന്ധി ആൾ വിടുന്ന ഇവിടെ അന്വേഷിക്കുന്നു, എല്ലായിടത്തും അന്വേഷിക്കുക, കിട്ടുന്നില്ല. അവസാനം AICC സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് സോണിയാഗാന്ധി തപ്പിപ്പിടിച്ചു. അവൻ
ബ്രസീലിൽ ഒരു മാതാമ്മയുടെ കൂടത്തിൽ സൊള്ളി നടക്കുക. ഇവനാണ് കോൺഗ്രസിൻ്റെ നേതാവ്, പിന്നെ എങ്ങനെ നന്നാവും പറ. ഇതാണ് അനുഭവം. കോൺഗ്രസ് തീർന്നു പോയി. ആ വി ഡി സതീശൻ പാവം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. അയാളെപ്പറ്റി പരാതിയൊന്നും എനിക്കില്ല, ഒരു പാവം മനുഷ്യനാണ്. പക്ഷേ എന്നാ ചെയ്യാൻ പറ്റുമേക്ക്? ജനം കോൺഗ്രസ് ഓടി അകലുക. കോൺഗ്രസ് കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരിക മനുഷ്യന്. പിന്നെ എന്ത് ചെയ്യും? രമേശ് ചെന്നിത്തലയുണ്ട്, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആരെപ്പറ്റിയും വൃത്തിയോട് പറയാൻ ആരും തയ്യാറാകില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് എന്നാ കുഴപ്പം? സുധാകരൻ എന്നാ കുഴപ്പം? മുരളീധരൻ എന്താ കുഴപ്പം? നല്ല നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. പക്ഷേ അവർ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ വിവരക്കേടുകൊണ്ട് കോൺഗ്രസ് തകർന്ന് തീരുക. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞപ്പം തീർന്നു, പൂട്ടിക്കെട്ടി, 0 ആയി. ഇനി കോൺഗ്രസ് രക്ഷപ്പെടുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നിലയിലുമാണ്. ഇനി കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിലേക്ക് BJP കടന്നു വരും, ഒരു സംശയം വേണ്ട. ആ BJPയുടെ കടന്നുകയറ്റം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബോധ്യമായി ജനങ്ങൾക്ക്. യാതൊരു സംശയവും വേണ്ട. ഈ ത്രിതല പഞ്ചായത്തിൽ BJPയുടെ ശക്തി തെളിയിക്കപ്പെടും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹത്തിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നല്ലോ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം. അപ്പോൾ ആ വിഷയത്തോട് സാറിന് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഈ പിണറായി വിജയന് മോഷണമല്ലാതെ വല്ലതും അറിയാമോ? കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മോട്ടിച്ചു. ഈവൻ റേഷൻ പോലും മോട്ടിച്ചറിയാമോ? സൗജന്യ റേഷൻ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് FC ഗോഡൗണിൽ വന്നപ്പോഴത്തേന് അരി മാറിപ്പോയി. കോഴി കിട്ടുകൊടുത്താൽ കോഴി തിന്നികളാത്ത അരിയാണ് ഇപ്പോൾ സൗജന്യ റേഷൻ. അപ്പോൾ ഇത് മേടിക്കുന്നത് ഞാനും തെറി പറയും. പക്ഷേ ആര് ചെയ്ത പിണറായിയുടെ കച്ചവടമാണ്. അരി വിറ്റ് കാശാക്കുക എന്നൊക്കെ പറഞ്ഞാൽ പാവം കിടന്നു. അത് മാത്രമാണോ? ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് പറയാം. പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ പെൻഷൻ ഞാൻ ചെയ്യട്ടെ, 2500 രൂപ കൊടുക്കുന്നു പെൻഷൻ നമ്മുടെ സ്ത്രീകൾക്ക് കൊടുത്തോ? അത് 2000 ആക്കുമെന്ന് പ്രഖ്യാപിച്ചു. 2500 നില തെരഞ്ഞെടുപ്പ് പ്രകടനപത്രിക കഴിഞ്ഞ് 5 കൊല്ലം മുമ്പ് എഴുതിയ പ്രകടനപത്രിക എഴുതി വായിച്ചു നോക്ക്. 2500 എഴുതി എന്ത് എവിടെ പോയി? ഏതെങ്കിലും ഒരു കാര്യമാണ് നടപ്പാക്കി. മകളും മകനും എല്ലാം സമ്പന്നന്മാരായുള്ള എല്ലാം ചെയ്തു. 16,000 കോടി രൂപയുടെ സ്വത്ത് പിണറായി കൈവശമുണ്ടെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എനിക്ക് അതിൻ്റെ കണക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അവസാനം സഹകരണമാണ് ഇവിടെ ആകെ 10 ചക്രമുള്ള അത് തകർത്തില്ലേ? ഏത് സഹകരണ ബാങ്കുണ്ട്? സഹാക്കന്മാർ മുഴുവൻ കേരള ബാങ്ക് ഉണ്ടാക്കിയിട്ട് വാസവനേന് ഏറ്റവും വലിയ എക്സ്പെർട്ടാണ്. വാസവൻ സഹകരണ ബാങ്ക് തകർക്കാൻ മിടുക്കനാണ്. അതായത് വാസവൻ അന്ന് ഈ CA2 നേതാവായിട്ട് ഈ നമ്മുടെ ഷാപ്പിൽ കരിക്കച്ചവടമായിരുന്നല്ലോ. അപ്പോൾ ആ കരിക്കച്ചവടക്കാരൻ എന്നതിൽ CA2 നേതാവായിരുന്നു. ഞാൻ ഒരുമിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് വാസവൻ്റെ കൂട്ടത്തിൽ. വാസവൻ ഈ ഷർട്ടിടാതെ കയ്യിൽ കൊണ്ട് കൊടുത്ത് ഈ തല ചട്ടിയും ചുവന്ന് കപ്പയും കൊണ്ട് ചുവന്നുകൊണ്ട് നിർത്തി ഞാൻ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഞാനോട് അത്ര ഇഷ്ടമുണ്ട്, ഇപ്പോഴും വാസവനോട് ഇഷ്ടമുണ്ട്. വാസവൻ്റെ പിണക്കം ഇവിടെ ഉണ്ടായെന്ന് നിങ്ങൾക്ക് പറയാം. അങ്ങനെ നടക്കുമ്പോൾ ഇവരുണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇളംകുളം ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് കർത്ത എന്ന് പറഞ്ഞ ആൾ വന്നു. കർത്ത ആത്മഹത്യ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് ഇവിടെ വരുമായിരുന്നു കർത്ത. അതിന് അത്ര ബഹുമാന സ്നേഹം ഉണ്ടായിരുന്ന ആളാണ് എനിക്ക്. അത്ര പരിശുദ്ധനായൊരു മനുഷ്യൻ. അന്വേഷിച്ചപ്പം വാസവൻ CA2 നേതാവായതുകൊണ്ട് പണം ബാങ്കിൽ നിന്ന് കർത്താവ് കൊടുത്തെന്നും അത് തിരികെ അടയ്ക്കാതെ വന്നപ്പോഴത്തേന് നാണക്കേട് കൊണ്ടും കർത്താവ് മോശമാകാൻ പോകല്ലേ ആത്മഹത്യ ചെയ്തത്. ആ കർത്താവിനെ ആത്മഹത്യ ചെയ്തതിന് ഉത്തരവാദിത്വം വാസവൻ സഹിക്കേണ്ടി വരും. അവിടെ ജനങ്ങൾക്കെല്ലാം അറിയാം, ആരും മിണ്ടുന്നില്ലെന്നുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ കണ്ട് ഷാപ്പിലെ കരിക്കച്ചവടക്കാരൻ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിട്ട് ഇരിക്കുന്നു എന്നത് ഒരു അഭിമാനകരമാണ്. ജനാധിപത്യത്തിൻ്റെ ശക്തിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിന് ഞാൻ സന്തോഷമുണ്ട്. പക്ഷേ വാസവൻ്റെ പോക്ക് ശരിയല്ല. താങ്കൾ എടുക്കുന്ന പല നിലപാടുകളും വിവാദപരമായ പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ആ വിവാദങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്കത് ഇത് വിവാദം വേണം. വിവാദത്തിലൂടെയേ സത്യം ജനങ്ങൾ അറിയും. ഇപ്പം മുഖ്യമന്ത്രി പറയുക, ഇപ്പം രാത്രിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മുഖ്യമന്ത്രി ആളുകളെ രാത്രി എന്തെല്ലാം ഞാൻ സമ്മതിച്ചു കൊടുത്ത് നമുക്ക് കിട്ടും. ഞാൻ പറയും പോടാ അവിടെ നിന്ന്, ഇത് പകലാന്ന് പറയും. അപ്പോൾ വിവാദമാവും. ആ വിവാദം നല്ലതാണ്. വിവാദത്തിലൂടെ മാത്രമേ സത്യം ഉരുത്തിരിഞ്ഞു വരൂ. അതുപോലെ തന്നെ PM ശ്രീ പദ്ധതിയും ഇതുപോലെ ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു. അപ്പം PM ശ്രീ പദ്ധതി നമ്മുടെ കേരളത്തിന് അനിവാര്യമായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? 100%. ഞാൻ ചോദിക്കട്ടെ സുൽത്താന, ഒന്ന് ആലോചിച്ചേ. അതായത് ആ പദ്ധതിയുടെ കുഴപ്പം എന്താണെന്ന് പറ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഏറ്റെടുത്തിട്ട് ഇവിടെ കേരളം മാത്രം എന്തിനാണ് എതിർക്കുന്നത്? എതിർക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി ഇൻഡയറക്റ്റായിട്ട് അതിനെ അനുകൂലിക്കുക.
അറിയാവോ? പക്ഷെ അതിൽ ഫണ്ട് മാത്രമേ ഞങ്ങൾക്ക് വേണം എന്ന് മാത്രമേ അതെങ്ങനെ പറയുന്നത്. നടക്കുന്നത്? ഫണ്ട് വേണം, പദ്ധതി വേണമെന്ന് പറയും. പദ്ധതിക്കകത്തല്ലേ ഫണ്ട്. ഫണ്ട് മാത്രം കൊടുക്കാൻ പറ്റുമോ? അത് വൃത്തികേടല്ലേ പറയുന്നത്. എങ്ങനെ ശരിയാവും? ആ ഫണ്ട് മേടിച്ച ആദ്യത്തെ 90 കോടി രൂപ മേടിച്ചല്ലോ. ഇപ്പോഴും ബാക്കി മേടിക്കാൻ ഇവൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, പള്ളിക്കൂടത്ത് പോയിട്ടില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പോയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള മേജർ പോർഷൻസ്, നമ്മൾ പഠിച്ചിരുന്ന മുഗൾ എംപയറിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കുറേ പോർഷൻസ് അതിൽ നിന്ന് കട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം അതിനോട് സാർ എങ്ങനെ പ്രതികരിക്കുന്നത്? വളരെ നന്നായി. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യം കൊള്ളയടിച്ചവന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കണോ? ഇങ്ങനെ ഒരു കൊള്ളക്കാർ രാജ്യം ഭരിച്ചിരുന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ അവൻ്റെ ചരിത്രവും അവൻ്റെ ഭാര്യയുടെ ചരിത്രവും അവൻ്റെ മകളെ കെട്ടിച്ച ചരിത്രവും അവരുടെ സുഖവാസ കേന്ദ്രമൊക്കെ നമ്മളറിയണം. അതൊക്കെ കട്ട് ചെയ്ത് കളയണം. എന്തിനാ നീ നെഹ്റുവിനെ പറ്റി പഠിക്കുന്ന പോലും തെറ്റാന്ന അഭിപ്രായക്കാരനായിരുന്നു. നെഹ്റു ആരാ? നെഹ്റു മുസ്ലിം എന്നറിയാവോ? സുൽത്താനായിക്ക് അറിയാവോ? സുൽത്താൻ ഒരു മുസ്ലിമാണല്ലോ. നെഹ്റു മുസ്ലിം എന്നുള്ള അറിയാമോ? അറിയത്തില്ല. ജവഹർലാൽ ഒന്നാം തരം മുസൽമാനാണ്. മുസൽമാനായെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തെറ്റൊന്നുമില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാപ്പ മോത്തിലാൽ നെഹ്റു മുസൽമാനാണ്. മോത്തിലാൽ നെഹ്റുവിൻ്റെ വാപ്പ ഉണ്ടല്ലോ, അറിയപ്പെടുന്ന മുസ്ലിം മതപണ്ഡിതനായിരുന്നു. എന്നുവെച്ചാൽ അയാൾ ഗാന്ധിജി കാരണം മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അത് ഏകദേശം 86% ഹിന്ദുക്കളുള്ള ഇന്ത്യയിൽ ഒരു മുസ്ലിമാൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ അംഗീകാരം കിട്ടാൻ പോകുമെന്ന് പേടിച്ചിട്ട് നെഹ്റു മുസ്ലിം മതമില്ലാത്തവനാണെന്നും പറഞ്ഞ് ജീവിച്ചു. പുള്ളി എന്നിട്ട് സുഖമായിട്ട് 5 നേരം നിസ്കരിച്ചിരുന്നു. ഇതാ സത്യം. ഇതിപ്പോൾ എല്ലാം പുറത്ത് വന്നു. മത്തായി എഴുതിയിട്ടുണ്ടല്ലോ. എല്ലായിടത്തും എല്ലാവരും സത്യം മനസ്സിലാക്കി. അതാണ് അതിൻ്റെ സത്യം. മുസ്ലിം പ്രധാനമന്ത്രിയായ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ അഭിപ്രായത്തിൽ ഉറച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ സാറ് പറയുകയുണ്ടായല്ലോ LDFും UDFിലും ഉള്ളവരെല്ലാം അഴിമതിയാണ്, അവർ കള്ളന്മാരാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണോ സാർ BJPയിലേക്ക് ചേക്കാറാൻ ഉള്ള കാരണം? ഞാൻ BJP ചേക്കാറാൻ കാരണം ഞാൻ വളരെ വിശദമായി പഠിച്ചപ്പോൾ ഏറ്റവും ധൈര്യപൂർവ്വം ചേർന്ന് അഭിപ്രായം പറയാൻ പറ്റിയ പാർട്ടി BJP ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. സത്യം പറയുന്നത്. കാരണം ഇവിടെ കേരളത്തിൽ ഇപ്പം മുസ്ലിങ്ങൾ വിരുദ്ധരാണെന്നാണ് പറയുന്നത് BJP. അങ്ങനെ ബീഹാറിലെങ്ങനെ 65% മുസ്ലിങ്ങളുള്ളിടത്ത് എങ്ങനെ BJP MLA ഉണ്ടാകുന്നത്? ഈ കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ പടലയോടെ BJP ചേരുക. ഇവിടെ LDFും UDFും കൂടെ വൃത്തികേട് പറഞ്ഞ് ഇവിടുത്തെ LDF UDF മാത്രമല്ല, മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം BJPക്കെതിരെ പ്രകടനമാണ്. ഇവനൊക്കെ തന്നെ ഞങ്ങളുടെ പുറകെ വരും. നോക്കിയോ, ഒരു സംശയം വേണ്ട. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, കാണാം. അതായത് ആ പ്രചരണത്തിലൂടെ ഒരു മുസൽമാൻ പോലും BJP എന്ന് പറഞ്ഞാൽ പേടിയാണ്. മുസ്ലിങ്ങളെ കൊല്ലുന്നവരാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എവിടെ കൊല്ലുന്നത്? ഈയനം വൃത്തികെട്ട പ്രചരണമായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ തെളിയുമ്പം ഈ സൂക്കട് തീർന്നോളും. അടുത്തിടെ ഇപ്പം മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യമായിരുന്നു സാറ് പ്രബല മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം തീവ്രവാദിയാണ് എന്ന് ആരോപിച്ചു എന്ന്. അപ്പോൾ അതിനോട് സാർ എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇപ്പോഴും ആരോപണത്തിൽ കുറച്ച് നിൽക്കുക. മുസ്ലിം മതവിഭാഗത്തിൽ ഒരു വിഭാഗം തീവ്രവാദ സംഘടനയാണ്. അതിൽ ഒരു വിഭാഗം അല്ലാതെ മുഴുവൻ മുസ്ലിം എങ്ങനെ ഞാനൊരു ഒരിടത്തും പറയത്തില്ല. അങ്ങനെ പറയാത്ത കാര്യം അത് അവന്മാർ കറാമ്പറപ്പ് പറഞ്ഞുണ്ടാക്കുന്നുണ്ട് കുറേ എണ്ണം. അതായത് SDP ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ, ഈ രാജ്യത്തോട് സ്നേഹമില്ലാത്തവൻ, അവൻ്റെ വോട്ട് വേണമെന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തോട്, ഭാരതത്തോട് സ്നേഹമില്ലാത്തതിന് വോട്ട് എനിക്ക് വേണ്ട. എൻ്റെ സ്റ്റാൻഡാണ് അത്. ഇവിടെക്കാർ വോട്ട് കാണും, അവർക്ക് വോട്ടുണ്ട്. ആ വോട്ട് പോലും തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. ഈ രാജ്യദ്രോഹികളായി ഇവർക്ക് വോട്ട് കൊടുക്കരുത്. വോട്ട് നിഷേധിക്കണം. ഇന്ത്യയെ സ്നേഹിക്കാത്ത, ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കാത്തവർക്ക് ഇന്ത്യയിൽ വോട്ടവകാശം പാടില്ലെന്നുള്ള അഭിപ്രായക്കാരനായി. അതുകൊണ്ട് തീവ്രവാദികളെ ഇവിടുന്ന് അടിച്ചോടിക്കണം എന്നുള്ള അഭിപ്രായക്കാരനായി. അവർക്ക് വോട്ടവകാശം നിഷേധിക്കുകയും ചെയ്യണം. അതാണ് എൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നത് കാരണമാണ് 2021 തെരഞ്ഞെടുപ്പിൽ താങ്കൾ തോക്കാനുള്ള പ്രധാന കാരണം? അതെ, തോറ്റോട്ടെ, എനിക്കൊരു വിരോധമില്ല. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. നിങ്ങൾ ഇതിൻ്റെ പേര് തോറ്റോ, എൻ്റെ അഭിപ്രായം ഇതാണ്. അപ്പോൾ ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ BJPക്ക് പൂഞ്ഞാറിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ MLA ഉണ്ടാവും, അത്ര തന്നെ. അല്ല എന്നത് ഈ പൂഞ്ഞാറ്റിൽ തന്നെ നിന്ന് ഞാൻ ജയിക്കണം എന്ന് അല്ല, ഞാൻ മത്സരിക്കണം എന്നല്ല, തെറ്റിദ്ധരിച്ചെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ MLA ആയി കാണിച്ചു തരാം.
ഈ പൂഞ്ഞാറ്റിൽ. ഒരു സമയം സാറ് പൂഞ്ഞാറിൻ്റെ MLA സമയത്ത് SDP സാറിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ സാറ് SDP സപ്പോർട്ട് ചെയ്തും സംസാരിച്ചിരുന്നു. അപ്പം പെട്ടെന്നായിരുന്നു സാർ SDP തീവ്രവാദിയാണെന്ന് ആരോപിക്കാൻ കാരണം. സുൽത്താൻ, എനിക്ക് ഇതിനെ ഇഷ്ടം ഒരു ഉമ്മ തരാമെന്ന് തോന്നുന്നു. ആ ചോദ്യം എന്നെ ഓർപ്പിച്ചത് നന്നായി. അതായത് SDP ആരംഭകാലത്ത് ഇവരെ പോലെ നല്ല പ്രവർത്തകരില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവർ SDP പ്രവർത്തകരെ ഓടിയെത്തുന്നത് സഹായിക്കാൻ. ഞാൻ അവരെ ആത്മാർത്ഥമായി കൂടി കൊടുത്തറിയാമോ? അങ്ങനെ ഇരിക്കുമ്പം ഇവന്മാരെ ആ വാദ്യാര കൈവെട്ടി. അതിന് മുമ്പൊരു സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇവരുടെ ഈ SDP എന്നൊരാൾ രാജിവെച്ച് പോയി. നമ്മുടെ മനക്കലെ ഒരു ചെറുപ്പക്കാരൻ, റഷീദ് എന്ന് പറ്റേ എൻ്റെ പേര്. ഞാനിവിടെ ഇടപെടാറാണ്. കാല് വെട്ടിക്കണം. SDP എന്ന് രാജിവെച്ച കാല് വെട്ടുന്ന മര്യാദയാണ്. ഞാൻ ഇവിടെ അഹമ്മദ് കുറുക്കുന്നാടുള്ള യോഗം നടന്നത്. ആ സേവിച്ചാൽ പറഞ്ഞു, നിങ്ങളാണ് SDP നേതാക്കന്മാർ ഇരിപ്പുണ്ടല്ലോ കൊടുത്തി, നിങ്ങളാണ് ശുദ്ധ പൂക്കൃതർ കാണിച്ചത്. നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് നിങ്ങൾ കാല് വിട്ടു. അതിനെ പൂക്കൃതരോ നിങ്ങളുടെ പരിപാടി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ സാറിൻ്റെ കൈയും കാലും പെട്ടു. ഈ സാറിനെ എനിക്ക് വലിയ ബഹുമാനമൊന്നുമില്ല, അയാൾ കുഴയാന്ന് എൻ്റെ അഭിപ്രായം, ഇപ്പോഴും അതെ. പക്ഷേ കൈയും കാലും പെട്ടുണ്ടായിരുന്നു. അയാളുടെ അമ്മയുടെ മെന്നുവെച്ച് പെട്ടുണ്ടായിരുന്നു. അയാളുടെ കയ്യിലിരിപ്പ് മോശം കേട്ടോ ഈ സാറിൻ്റെ. അത് സാറിൻ്റെ കയ്യിൽ മോശം വേണ്ട, നിയമപരമായ നടപടിയാണ് വേണ്ടത്, അല്ലാതെ SDP-ക്കാർക്ക് തന്നെ കാല് വെട്ടാൻ അവകാശം. അത് തെറ്റാണ്. ആ രാഷ്ട്രീയത്തോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ ഈ ഹിജാബ് വിഷയം ഈ ഇടയ്ക്ക് പൊങ്ങി വന്നല്ലോ. അപ്പോൾ ഈ ഹിജാബ് വിഷയത്തിൽ SDP-ക്കാരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് സാറിന് തോന്നുന്നുണ്ട്? 100% ഒന്നല്ല. അതൊക്കെ ഒരു ടെസ്റ്റ് കേസാണ്. ഹിജാബ് ഇഷ്യൂ ആ സ്കൂളിലുണ്ടാക്കണം. അവിടെ മാത്രം ആലുവ വേറെ ഒരു മഠത്തിൽ കയറി തകർത്തില്ലേ, മഠത്തിന് ഭിത്തിയും തകർത്ത് മറ്റേ തേങ്ങാക്കൊലയെല്ലാം കൂടെ അടിച്ച് തകർത്ത് അവിടെ കയ്യേറിയല്ലോ. എന്താകാം, റൗഡീസമാണ് SDP-യുടെ, അതവിടെ നടക്കുന്നു. അത് ശരിയല്ല, ശക്തമായി എതിർക്കണം. ഞാൻ അഭിപ്രായക്കാരനാണ്. പിന്നെ വേറൊരു പ്രശ്നമുണ്ടെന്നേ, ഇവിടെ ഈ SDP-യുടെ ഈ പോക്ക് നിയന്ത്രണ വിധേയമാക്കാൻ തയ്യാറാകണം. എൻ്റെ അഭിപ്രായത്തിൽ SDP ഈ സ്വഭാവം മാറിയില്ലെങ്കിൽ താമസിയാതെ അവരും ഇന്ത്യ രാജ്യത്ത് നിരോധിത സംഘടനയായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. മര്യാദയ്ക്ക് മുന്നോട്ട് പോകുന്നതാണ് SDP-യുടെ നേതാക്കന്മാർക്കും നല്ലത്. ഈ വർഗീയത, ചില വർഗീയമായിട്ട് മുസ്ലിം എന്നുള്ള അഭിമാനം കൊണ്ടോട്ടെ, എന്നെ തെറ്റ്. ഇന്ത്യ രാജ്യം മുസ്ലിം ഒരു കുഴപ്പമില്ല. മുസ്ലിം എന്ന അഭിമാന ബോധത്തോടെ അവർക്ക് പോകാം. പക്ഷേ പാകിസ്ഥാനാണ് നമ്മുടെ ഭരണഘടനയൊക്കെ നല്ല ഭരണഘടന എന്ന് പറഞ്ഞാൽ പോക്കാം. അവനെയൊക്കെ പിടിച്ചകത്തിടും, ഒരു സംശയം വേണ്ട. മര്യാദയ്ക്ക് പോകണം. SDP മര്യാദയ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അവരുടെ പോക്ക് അത്ര ഗുണകരമല്ല. നന്നാകാൻ ഞാൻ അവരോട് സ്നേഹബുദ്ധിയെ ഉപദേശിക്കുന്നു. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് പറയുകയുണ്ടായി, 2021 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടുന്ന് CPM-ലെയും UDF-ലെയും പ്രധാനപ്പെട്ട നേതൃനിരയിൽ നിൽക്കുന്ന 50% ആളുകളും BJP-യിലേക്ക് വരുമെന്ന്. ഇത് MM മണി ഇതിനോട് പ്രതികരിച്ചത്, അതായത് ഉടുമ്പൻചോല MLA ആയിട്ടുള്ള MM മണി ഇതിന് പ്രതികരിച്ചത്, ഷോൺ ജോർജിന് ബോധമില്ലാത്തത് കാരണം അവൻ ശിശുവാണ് എന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്? MM മണി എൻ്റെ സുഹൃത്തല്ലേ, മണിസഖാവ് പാവമാണ്. അങ്ങനെ മനസ്സ് തോന്നി എന്നെ ഉളത്തരം അങ്ങനെ പറയും, വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. അതായത് ഉളത്തരം പറയും. എൻ്റെ മകൻ പറഞ്ഞ വളരെ കറക്റ്റാണ് എന്ന് നിശ്ചയിക്കുന്നത്. മണിസഖാവ് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഞാനുമായിട്ട് അത്ര ഇഷ്ടമാണ്. മണിസഖാവ് നല്ല മനുഷ്യനാണ്. പുള്ളി ഒരു കോടതിയാണ്, ഒരു പ്രശ്നം ചെയ്യുന്ന ഒരാൾ പറഞ്ഞാൽ, ഞാൻ പലരും പറഞ്ഞു PCR അടുത്ത് തന്ന കോടതി മാതിരിയാണ്, വിധിയാണ്. അത് ഈ മണിസഖാവിനെ കണ്ടാൽ ഞാൻ പഠിച്ചത്. ആ വിധിയെ ശരിയേ ചെയ്യുള്ളൂ, ഒരു സൈഡും ചെയ്യില്ല. ഇപ്പോൾ ഒരു വയസ്സത്തെ എൻ്റെ അനിയനാണെങ്കിൽ പോലും ഞാൻ സൈഡ് ചെയ്യില്ല. ആ കേട്ടിട്ടൊരു ശരി എന്താ ശരി ഇത് പറയും. ഞാൻ മണിസഖാവിനെ കണ്ട് പഠിച്ചതാണ്. എനിക്ക് മണിസഖാവിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ CPM-ലെയും UDF-ലെയും പ്രധാന നേതൃനിരയിൽ നിൽക്കുന്നവർ വരാൻ അതിനുള്ള ചർച്ചകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അതിനും കാര്യങ്ങളിൽ ഇപ്പോൾ വിശദീകരിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ അത് സാധ്യമല്ലല്ലോ. സോളാർ കേസിലെ വിവാദ നായികയായിരുന്നല്ലോ സരിത എസ് നായർ. അപ്പം ആ സമയത്ത് സരിത എസ് നായറിനെ സപ്പോർട്ട് ചെയ്ത് സാറ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇടക്കാലത്ത് ഒരു ഫോൺ സംഭാഷണം സാറിൻ്റെതും സരിത നായരുടേതെന്ന് പറയപ്പെടുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നായിരുന്നു. ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ കളികളുണ്ടോ, അല്ലെങ്കിൽ സാറിനെ അടിച്ചു നിർത്താൻ നോക്കിയ എന്തെങ്കിലും? രാഷ്ട്രീയ കളികളുണ്ട്. സരിത എന്ന് പറയുന്ന സ്ത്രീ എന്നെ അപ്പനെ പോലെയാണ് കരുതുന്നത്. ഞാൻ ആ സ്ത്രീയെ മകളെ പോലെയോ. കാരണം എന്താണെന്നറിയാമോ, ഇത്രയും രാഷ്ട്രീയ നേതാക്കന്മാർ കശക്കി എറിയപ്പെട്ട ഒരു വനിത കേരളത്തിലില്ല. നിങ്ങൾ പഠിക്കണം. എനിക്ക് ദുഃഖം അവരുടെ പേരിൽ. ഞാൻ അവരെ പല സ്ഥലങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവർക്ക് ആ സ്നേഹം എന്നോടുണ്ട്. ഇപ്പോൾ സംസാരിച്ചു. പക്ഷേ അവർ ഈയിടെ പറഞ്ഞല്ലോ, അവർ പിണറായി വിജയൻ്റെ സ്വാധീനത്തിന് വഴങ്ങി എനിക്കെതിരെ ബലാത്സംഗ കേസ് കൊടുത്തു. ആ ബലാത്സംഗ കേസ് കോടതി ചെന്നപ്പോൾ മജിസ്ട്രേറ്റിന് ക്ലിയറായി
2 ക്വസ്റ്റ്യൻ കൊണ്ട് മജിസ്ട്രേറ്റിന് വിവരം മനസ്സിലായതിനെ ജാമ്യം അന്നേരം തന്നു. അല്ലെ ബലാത്സംഗത്തിന് ജാമ്യം കിട്ടുമോ? അവർ ഈ ചരിത അത് കഴിഞ്ഞ് ചാനലിൽ പുറത്തല്ലോ. ഞാൻ ദുഃഖിക്കുന്നു. എൻ്റെ അപ്പനെ പോലെ എന്നോട് പെരുമാറിയ, എന്നെ സഹായിച്ചിട്ടുള്ള PCOനെതിരെ കള്ളക്കേസ് കൊടുത്തു. എനിക്ക് ദുഃഖമുണ്ട്. ആ മനുഷ്യൻ എന്നെ മകളെ പോലെയാണ് കണ്ടതെന്ന് അവർ പറഞ്ഞല്ലോ. ഇപ്പോൾ സൂക്കടെല്ലാം അവനെ തീർന്നിരിക്കുക. അടുത്തതായി സാറ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഹിജാബ് എന്ന് പറയുന്നത് മുസ്ലിം ഖുറാനിൽ എവിടെയും പറഞ്ഞിട്ടില്ല, ഹിജാബ് ധരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സാർ അങ്ങനെ എങ്ങനെയെങ്കിലും ഖുറാൻ പഠനം നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഖുറാനിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം മുഴുവൻ വായിച്ചു എളുപ്പത്തരാം. ഇത് മുഴുവൻ വായിക്കും ഞാൻ. അത് തന്നെയല്ല മകളെ, ഈ ഹിജാബ് എന്ന് പറഞ്ഞ് അതിൻ്റെ തെറ്റ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. സ്കൂളിൽ ഹിജാബ് ഇട്ടണമെന്ന് പറഞ്ഞ് ഒരു കുട്ടി മാത്രം ഇട്ടുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ട്. അവിടെ കൂടെ ഒരു യൂണിഫോമാണ്. അങ്ങനെ ഈ വിവരം കേട്ടവന്മാർ, ഈ ഹിജാബ് കൊണ്ടു കൊടുത്ത വിവരം കേട്ടവന്മാർ, ആ കൊച്ച് പോലീസിൽ ചേർന്നാൽ ഹിജാബ് ഇട്ടുകൊണ്ടാണ് പോലീസ് ഉപയോഗിച്ച് അതിന് മുകളിൽ ഹിജാബ് ഇടുമോ? അങ്ങനെ ഇടുന്നവരുണ്ട്. അങ്ങനെ ഒരാളുടെ പേര് പറ. നമ്മുടെ നാട്ടിലില്ലാന്നേ ഉള്ളൂ, പുറം രാജ്യങ്ങളിലൊക്കെ കുളത്തരം പലതും നടക്കും. ഇവിടെ നടക്കുക. എൻ്റെ ഈ ഒരു ഭരണഘടനയുണ്ട്. പക്ഷേ നമ്മളെ ഫണ്ടമെന്റൽ, ഞാൻ ചോദിക്കട്ടെ, ഫണ്ടമെന്റൽ റൈറ്റ് ഒന്നും ഇല്ല ഇതിനകത്ത്. എവിടെയാ ഹിജാബ് ധരിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഖുറാനില് നമ്മുടെ പറഞ്ഞു ഇപ്പം എടുക്കാം. പേജിലല്ല, നമ്മുടെ മുൻകൈയും മുഖവും ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും മറക്കണം എന്നാണ് നമ്മുടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ശരി, അത് നബി തിരുമേനി പറഞ്ഞിട്ടുള്ളതാണ്. നബി തിരുമേനിയുടെ കൂടത്തിൽ പുറത്തിറങ്ങുന്ന ആ കൊച്ചിന് പേര് പറഞ്ഞത് 7 വയസ്സുള്ള പെണ്ണായിരുന്നുള്ള പുള്ളി ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ്. അതിനെ അങ്ങനെ മുഖം മറിച്ചല്ലേ ഞാൻ കണ്ടിരിക്കുന്നു. അതിനെ അങ്ങനെ കണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം അത് ഫോട്ടോകളൊന്നും ഇല്ലല്ലോ. ഉണ്ടല്ലോ. അതിനെപ്പറ്റിയുള്ള ചരിത്രത്തിൽ ഒന്നും മുഖം മറിച്ചായിട്ട് പറഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെന്ന്. പട്ടാളത്തിൽ ചേരുന്നില്ലേ ഇവിടുത്തെ മുസ്ലിം പെണ്ണ്? പട്ടാളത്തിൽ ചേർന്ന പട്ടാളത്തിൽ ഹിജാബ് ധരിച്ചാണ് നടക്കുന്നത് പെണ്ണുങ്ങൾ. പട്ടാളത്തിൽ റൂട്ട് മാർച്ച് എത്ര മാർച്ച് നടക്കുന്നു? ഈയിടെ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത ആരാ? ഒരു മുസ്ലിം വനിതയാണ്. ഈ ഹിജാബ് എന്നുള്ളത് ഈ ഒരു വിഷയത്തെ ഭയക്കുകയാണോ? അതായത് ഈ ഹിജാബ് ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സമൂഹത്തിന് എൻ്റെ ആവശ്യമില്ല. എൻ്റെ ആവശ്യമില്ലാത്ത ഈ നിയമം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? വെറുതെ പെണ്ണുങ്ങളെ പഠിപ്പിക്കാനായിട്ട്. ഇവിടെ ഇതിലെ പോകുന്ന പിള്ളേരൊന്നും, സ്കൂളിൽ പോകുന്ന പിള്ളേർ ഹിജാബ് ധരിച്ചാണ് പോകുന്നത്. നമുക്കൊരു ഹിജാബ് എന്ന് പറയുന്നത് ഈ തട്ടം മാത്രമാണോ അതോ ഈ കണ്ണ് മാത്രം കാണിക്കുന്നത് അങ്ങനെയാണോ? ഈ തട്ടം മാത്രം ഇട്ടുകൊണ്ട് ഇവിടെ ഉള്ളൂ. ഈ കണ്ണ് മറച്ചു കിടക്കുന്ന വളരെ ചുരുക്കം വിവരദോഷികൾ ഈ പേട്ടയിലുള്ളൂ. ഈ ഒരു തട്ടം ഇട്ടുകൊണ്ട് നമുക്ക് എന്നാ കിട്ടുന്നു? കൊണ്ടോട്ടെ, അതിനൊന്നും ആർക്കും എതിരില്ലെന്ന്. ഇത് ഹിജാബ് എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രം. അപ്പോൾ കണ്ണ് കാണാവോ? കണ്ണിനകത്ത് നോക്കി ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ണി നോക്കിയാലും പ്രേമം ഉണ്ടാവും. അത് ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഖുറാനിൽ പറഞ്ഞിട്ടില്ല. ഈ കണ്ണ് മാത്രം മറച്ച് നടക്കുന്ന കാര്യം ഖുറാനിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അത് അവർ അധികമായിട്ട് വിശ്വസിക്കുന്നവരാണ് അങ്ങനെ കാണിക്കുന്നത്. വട്ടാന്നേ തലതിരിഞ്ഞ ഇടപാട്, അതൊക്കെ ആവശ്യമില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എത്ര സീറ്റുകൾ നേടാൻ സാധിക്കും? അതല്ലെങ്കിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്, ഏറ്റവും അധികം സെലക്ട് ചെയ്തിരിക്കുന്നത് ഏത് ജില്ലയെ മുന്നോട്ട് കൊണ്ടുവരാനാണ്? ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, ഈ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ വയനാട് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. 14 ജില്ലയിലും ശക്തമായ പ്രവർത്തനം ഉണ്ടാവും. എഴുതിയിട്ടോളൂ. 26-ലെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഇപ്പോൾ ഒരു MLA ഇല്ലല്ലോ. എന്നാൽ 26-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ MLAമാർ നിർണായകമാവും. LDFനും UDFനും ഭൂരിപക്ഷമില്ലാത്ത നിലയുണ്ടാക്കും ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ നിശ്ചയിക്കുന്നവർ മുഖ്യമന്ത്രി ആകേണ്ട ഗതികേടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ പിന്തുണ വേണ്ടെന്ന് പറയുന്നവന്മാർ ഇങ്ങോട്ട് വരും പിന്തുണയ്ക്ക്. ഇല്ലെങ്കിൽ നിയമസഭ പിരിച്ചുവിടേണ്ടി വരും, റീ ഇലക്ഷനിലേക്ക് വരും. റീ ഇലക്ഷൻ വന്നാൽ ഞങ്ങൾ അധികാരത്തിൽ വരും BJP. ഇല്ലെങ്കിലും 29 ഞങ്ങൾ അധികാരത്തിൽ വരും. 29 ഇലക്ഷൻ നടക്കാൻ പോവുക, ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 29-ലെ ദേശീയ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയമില്ല, നിർണായകമായ ഭൂരിപക്ഷത്തോടുകൂടി താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. യാതൊരു സംശയമില്ല. സുൽത്താനൊക്കെ വേണമെങ്കിൽ ചേർന്നു. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP ഏകദേശം 19,262 ആളുകളെയാണ് സംസ്ഥാനത്തുടനീളം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 965 ഇന്നലെ ഷോൺ ജോർജ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശരി, അപ്പോൾ ഇത് പ്രധാനമായിട്ടും കാണേണ്ടത്
കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം കേരളത്തിൽ തീരാൻ പോകുന്നു എന്നാണോ? സംശയം എന്താ നീ? കോൺഗ്രസ് തീരാതിരിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഈ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും കുറ്റം പറയാൻ ഞാനില്ല. പക്ഷേ അവർ നോക്കിയിട്ടും ജനത്തെ കിട്ടുന്നില്ല. കാരണം ഒരു അഖിലേന്ത്യാ പാർട്ടിയില്ല, ആ പാർട്ടി തീരുക. പിന്നെ ഈ നേതാക്കന്മാർ എന്നാ ചെയ്യാൻ? അവരെയൊക്കെ ഞാൻ ക്ഷണിക്കുക, BJP-യോട് പോകട്ടെ, ഉന്നതമായ സ്ഥാനം അവർ അലങ്കരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. പിന്നെ CPM, എവിടാ CPM ഉള്ളത്? CPM അധ്വാന വർഗത്തിൻ്റെ സിദ്ധാന്തം വല്ല ഇവിടെ ഉണ്ടോ? ഇവിടെ തൊഴിലാളിയുടെ ഭരണം നടക്കുന്നത് എവിടെയെങ്കിലും തൊഴിലാളിക്ക് ഭരണമുണ്ടോ? ഇപ്പോൾ പിണറായിയുടെ കിങ്കരന്മാരും കൂടെ രാജ്യം മുഴുവൻ കൊള്ളയടിക്കുന്നു. സഹകരണ ബാങ്കെല്ലാം കൊള്ളയടിക്കാൻ വാസവൻ ഇറങ്ങിയിരിക്കുന്നു. ആ സഹകരണ കൊള്ള കഴിഞ്ഞ് ഒരെണ്ണം സാർ ഇനി ബാക്കി കാശില്ലാത്തതുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്ക് പോയി, ക്ഷേത്രത്തിൽ കാശിരിപ്പുണ്ടല്ലോ, അത് കൊള്ളയടിക്കുന്നു. ശബരിമല കൊള്ളയടിച്ചല്ലോ. ശബരിമല മാത്രമാണോ? എല്ലാ ക്ഷേത്രങ്ങളും ഈ കള്ളന്മാർ കയ്യേറുക സ്വർണ്ണക്കൊള്ള. അതൊക്കെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ പറ്റുന്നത്രയും ഇഴഞ്ഞു പോകുന്നുണ്ട് പിണറായിയുടെ ശ്രമം. ആ ഇഴഞ്ഞു പോകുന്നതിന് കോടതിയെങ്കിലും വളരെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, മോദിജിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. CBI അന്വേഷണം ഉണ്ടാവും. ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പന്മാർ അവിടെ നേർച്ചയിടുന്ന ഇന്ത്യക്കാരൻ മാത്രമല്ല, 36 രാജ്യങ്ങളിൽ നിന്ന് ആൾ വരുന്നുണ്ട്. അപ്പോൾ NIA-യുടെ അന്വേഷണം ഉണ്ടാവും, CBI-യുടെ അന്വേഷണം ഉണ്ടാവും. ഈ കള്ളന്മാരെല്ലാം പിടിച്ചകത്തിടും. അപ്പം അത് കൂടത്തിൽ വാസനുണ്ടാവും. ആ കൂടത്തിൽ പിണറായി കാണരുത് എന്നാണ് പ്രാർത്ഥന. അതും കൂടെ കാണാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ടാണ് പിണറായി സർക്കാരാണ് 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തുടർഭരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തുടർഭരണം എന്ന് പറഞ്ഞാൽ CPM, കോൺഗ്രസ് ഇല്ലാത്ത സാഹചര്യത്തിൽ CPM വരാൻ പാടില്ലേ? ഞാൻ അതാ പറഞ്ഞ്, ആർക്കും ഭൂരിപക്ഷമില്ലാത്ത നിലയുണ്ടാവും. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത നിലയുണ്ടായിക്കഴിഞ്ഞാൽ പിരിച്ചു വിടേണ്ടി വരും. 65-ലുണ്ടായല്ലോ. അതുപോലെ ഇനി വരാനുള്ള സാധ്യത ഞാനിവിടെ കാണുന്നത്. അത് കഴിഞ്ഞാൽ 29 ഇലക്ഷൻ നടന്നാൽ BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. നിലവിൽ BJP ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ BJP അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആദ്യമായിട്ട് കൊണ്ടുവരാനിരിക്കുന്നത്? ഞങ്ങളുടെ ലക്ഷ്യം തന്നെ വികസനം. ഈ രാഷ്ട്രീയക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കൊന്നും ഞങ്ങളില്ല. നിലവിൽ BJP-യിൽ തൃപ്തനാണ്? എന്നാ ചോദ്യമാണ്. നിലവിൽ തൃപ്തനാണെന്നല്ല, എല്ലാ കാലത്തും തൃപ്തനായി. ഞാൻ ചുമ്മാ ഒറ്റയടിക്ക് കയറുന്നതല്ല, വളരെ ആലോചിച്ചിട്ട്, ഒരു വർഷക്കാര്യം ആലോചിച്ച് എല്ലാ മേഖലയിലുള്ള കാര്യം പരിശോധിച്ചിട്ടാണ് ഞാൻ BJP ചേർന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ ചാടിക്കൊരു BJP ആയതല്ല. അതുകൊണ്ട് 100% ആത്മാർത്ഥം. ഞാനിപ്പോൾ എല്ലാ ഇന്നുകൊണ്ട് മീറ്റിംഗ് തമ്പലക്കാട്, എല്ലാ മീറ്റിംഗ് ഞാനല്ല കോട്ടയം ജില്ലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ണൂരും കാസർഗോഡും പാലക്കാടും വയനാടും ഒക്കെ മീറ്റിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇനി ആ യാത്ര അത്ര ഗുണകരമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചത്. അത് കോട്ടയം ജില്ലയിലുള്ള എല്ലാ മീറ്റിംഗ്, പത്തനംതിട്ടയൊക്കെ ആയിട്ട് എല്ലായിടത്തും പോകുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ലാതെ എൻ്റെ ഈ ശബ്ദം നിൽക്കുന്നിടം വരെ BJPക്ക് വേണ്ടി ശബ്ദിച്ചോളൂ. ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല? ഭാരതീയ ജനതാ പാർട്ടി ഒരു വിഭാഗം മതസമൂഹത്തെ മാറ്റി നിർത്തുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനോട് സാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരിക്കലും ഒരു മതവിഭാഗത്തെ മാറ്റി നിർത്താൻ പാടില്ല. പക്ഷെ സുൽത്താനെ മനസ്സിലാക്കേണ്ട കാര്യം, ഭാരതത്തെ സ്നേഹിക്കാതെ പാകിസ്ഥാനെ സിന്ദാബ് വിളിക്കുന്നവരെ എങ്ങനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവിടാണ് പ്രശ്നം. ഞാൻ ഇവിടുത്തെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോടുള്ള എൻ്റെ വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന, നിങ്ങൾ ഭാരതത്തിൻ്റെ ഭരണഘടനയെ ബഹുമാനിക്കുക. പാകിസ്ഥാൻ എപ്പോഴും നമുക്ക് ശത്രുതയാണ്. നമ്മുടെ തകർച്ചയും ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ നിലനിൽപ്പ് നശിപ്പിക്കുന്ന നിലയാണ് അവരുടേത്. അപ്പം ആ മുസ്ലിം സമൂഹത്തിൽ 1-2 പേരോ ഇങ്ങനെ ചായ്വ് കാണിക്കുന്നു പറഞ്ഞ് ഒന്നടങ്കം പ്രബല മുസ്ലിം സമൂഹം മൊത്തത്തിലാണ് കുറ്റവാളികളാവുന്നത്. അപ്പം അവരോട് സാറിന് എന്താണ് തോന്നുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, സുൽത്താന ഞാൻ പറഞ്ഞത്, ആ കാര്യത്തിൽ മുസ്ലിം സമൂഹമാണ് നേതൃത്വം കൊടുക്കേണ്ടത്. പാണക്കാട് തങ്ങളെപ്പോലുള്ള മാന്യന്മാരിറങ്ങി പറയണം ഇത് മര്യാദകേടാണ്. അല്ലെ കാന്തൂർ ഉസ്താദ് പറയണം ഇവിടെ പാടില്ല, ഇവിടെ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവരെ ജയിലിൽ പിടിച്ചിടണം മുസ്ലിം ആണെങ്കിലും എന്ന് തൻ്റെ ഇടത്തോടെ ഇവർ കാന്തൂർ ഉസ്താദും പാണക്കാട് തങ്ങളും ഇത് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ മുസ്ലിങ്ങളും രക്ഷപ്പെടുമെന്ന് എൻ്റെ അഭിപ്രായം. ഈ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങളിൽ മതപരിവർത്തനം ഇവിടെ ഒരുപാട് നടക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ പ്രേമിച്ച് വശത്താക്കി കോഴിക്കോട്ട് എത്തിച്ച് അവിടെ ഒരു വലിയ കൂടാരമുണ്ട്. അതിനവരെ അവിടം വരെ
ഒരു 2 ആഴ്ച കൊണ്ടുകൊടുക്കും ഉപയോഗിക്കും. അത് കഴിഞ്ഞ് അവിടെ കൊണ്ടൊക്കെ ഏൽപ്പിക്കും. അവിടെ താടി നിന്നിട്ട് കുറേ മുല്ലാക്കാന്മാർ ഇരിപ്പുണ്ട്. അവന്മാർ പിന്നെ ബലാത്സംഗമാണ്. ആ ബലാത്സംഗം കഴിഞ്ഞ് കള്ള ബോട്ടെ കയറ്റി മറ്റ് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വേശ്യാവൃത്തി ഉപയോഗിക്കുക. അതാണ് ലവ് ജിഹാദ്. അതിനെ എതിർക്കുന്നു. ഇവിടെ ഒരെണ്ണം ഞങ്ങൾ സമ്മതിക്കില്ല. ഉണ്ടായിരുന്നു ആ വിഷയം ഉണ്ട്. അന്നേരം ഞങ്ങളെല്ലാം ഇടപെടുക. ഇപ്പം അടിച്ച് ഞങ്ങൾ മര്യാദ പഠിപ്പിക്കും. ഒരു മനുഷ്യൻ വേണ്ട. ഈ 2021 തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ പ്രസംഗമാണ് ഇവിടെ വിവാദമായത്. അപ്പോൾ ആ തെറ്റിദ്ധരിക്കപ്പെട്ട പൂഞ്ഞാറിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? അത് വളരെ ക്ലിയറല്ലേ. അത് തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് എല്ലാവരും സമ്മതിച്ചല്ലോ. ഞാൻ അത് പറയാം. ഞാൻ ഈരാറ്റുപേട്ട പഞ്ചായത്തിലെ തേവരുവാർ റോഡ്, എളപ്പങ്കൽ തേവരുവാർ റോഡുണ്ട്. ആ തേവരുവാർ റോഡ് 98 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ MLA ഫണ്ട് ഉപയോഗിച്ച് പണിതാണ്. അതിന് ഉദ്ഘാടനം പോലും ഞാൻ ചെയ്തിട്ടില്ല. ആ റോഡിലൂടെ ഞാൻ ചെല്ലുമ്പം ഒരു 4-5 ചന്തപ്പിള്ളേരോട് SDP എന്ന് പറഞ്ഞ് PCR ഗോബാക്ക് പറഞ്ഞ് വെള്ളം വെക്കുക. അപ്പോൾ മൈക്ക് ഉള്ള ജീപ്പം ഞാൻ നിൽക്കുക. ഞാൻ പറയും, മക്കളെ മാറുക. അവസാനം മാറാ കറാമ്പറത്തിനെന്ന് പറയേണ്ടി തോന്നി. ഞാൻ നിൻ്റെ വോട്ട് വേണ്ട തേണ്ടി എന്ന് ഞാൻ പറഞ്ഞു. ആ വെള്ളം വെച്ച് ജീപ്പ് തടഞ്ഞവന്മാരുടെ ആണ് ഞാൻ നിൻ്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അത് മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടെന്ന് PCR പറഞ്ഞെന്ന് പേട്ട മുഴുവൻ പ്രചരിപ്പിച്ചു. അത് ഞാൻ കഞ്ഞി കൊടുത്തവനാ അതിന് നേതാവ്. ബാക്കി വേറൊരു നേതാവുണ്ട്, അത് അതിൻ്റെ പേര് പറയുന്നില്ല. ഇമാർ പ്രചരിപ്പിച്ചു. അത് ഞാനത് മൈൻഡ് ചെയ്യില്ല. എന്നാന്നറിയോ, അത് ഞാൻ അങ്ങനെ പറയാമെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങനെ പേട്ടക്കാർ വിശ്വസിക്കാമെന്ന് ഞാൻ കരുതി. എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഒറ്റ മൈക്ക് അവിടെ വെച്ച് ഇത് കാര്യം പച്ചക്കള്ളം ഇതാ നടന്നത് ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനത് ചെയ്തില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതുകൊണ്ട് അവന്മാർ ജയിച്ചു. ഇനി അത് പറ്റാതെ ഞാൻ നോക്കിക്കോളാം, പേടിക്കണ്ട, ധൈര്യമായിട്ട്. അപ്പോൾ ഇത്രയും നേരം യൂടോക്കിനോട് സഹകരിച്ചതിന് നന്ദി. താങ്ക് യു സാർ, നന്ദി. ഓക്കെ. യൂടോക്കിന് മാത്രമല്ല, യൂടോക്കിനും ഈ ചാനലിൻ്റെ പ്രവർത്തകരായ നല്ലവരെ അരുൺ, നമ്മുടെ സൽമാ സുൽത്താൻ, അറിയാം നീ പേര് പറയാൻ, സൽമാ സുൽത്താനും, അതുപോലെ ഇവിടെ ഇരിക്കുന്ന പിള്ളേർ ചെറുപ്പക്കാർക്കും, അതുപോലെ തന്നെ യൂടോക്ക് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്മ നേരുന്നു, ഐശ്വര്യം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.